പിതാവായ ദൈവമേ, ഞങ്ങളെവിടുത്തെ സ്തുതിക്കുന്നു. പുത്രനായ ദൈവമേ, ഞങ്ങളെവിടുത്തെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയെ സശ്രദ്ധം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങൾ തുറക്കണമേ. എല്ലാവർക്കും അവിടുത്തെ ആത്മാവിനെ വർഷിക്കണമേ. എല്ലാവരും സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും മഹോന്നതയുടെ മേഖലകളിലേക്ക് അവിടുന്ന് തന്നെ കൈപ്പിടിച്ചുയർത്തണമേ. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഒത്തിരിയേറെ ചിന്തകളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ദൈവം എൻ്റെ ഹൃദയത്തിൽ കുത്തി നിറച്ചു തരികയാണ്. അനേകം മക്കളെ, അവരുടെ ജീവിതങ്ങളെ ഞാൻ ദർശിക്കുകയാണ്. ഇഷ്ടങ്ങളുടെയും സന്തോഷങ്ങളുടെയും സുഖങ്ങളുടെയും വിജയങ്ങളുടെയും പിറകെ പോകാനാണ് എല്ലാവർക്കും താല്പര്യം. എന്നാൽ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി പലതും സംഭവിച്ച് ജീവിതത്തിന് പരിക്കുകൾ പറ്റുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ജീവിതത്തിൻ്റെ സൗന്ദര്യവും ജീവിതത്തിൻ്റെ സാധ്യതകളും അടഞ്ഞു പോകുന്ന ദുർഭഗമായ കാഴ്ചകൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരീക്ഷകളെ എങ്ങനെ അതിജീവിക്കാൻ സാധിക്കുമെന്ന് എൻ്റെ മക്കളോട് സംസാരിക്കുവാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ആവശ്യപ്പെടുന്നത്. യോനായുടെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യത്തെ നാം വായിക്കുന്നു. എൻ്റെ കഷ്ടതയിൽ ഞാൻ എൻ്റെ കർത്താവിനെ വിളിച്ചു, പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, കർത്താവ് അത് കേട്ടു. ആരൊക്കെ കഷ്ടങ്ങളിലൂടെ, വേദനകളിലൂടെ, പ്രതിസന്ധികളിലൂടെ, പരാജയങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ, അവരൊക്കെ കർത്താവിനെ വിളിക്കണം. കരഞ്ഞു വിളിച്ചപേക്ഷിച്ചാൽ പ്രതിസന്ധികളെ അതിജീവിക്കുവാനായിട്ടുള്ള ആത്മീയമായിരിക്കുന്ന ശക്തി ദൈവമായ കർത്താവ് നമുക്ക് തരും. പരീക്ഷകളെ അതിജീവിച്ചാൽ അഭിഷേകമാണ്. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാം തിരുവാക്യത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്തുവാനും കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്ന് പരിശോധിച്ചറിഞ്ഞ് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ 40 സംവത്സര കാലവും മരുഭൂമിയിലെ നയിച്ച വഴികളെ നിങ്ങൾ ഓർമ്മിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന്, ഒരു സമൂഹത്തിന് പരീക്ഷകൾ ഉണ്ടാകുന്നത് 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒന്നാമതായി നമ്മെ തന്നെ എളിമപ്പെടുത്തുവാൻ, രണ്ടാമതായി ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചറിഞ്ഞ് നഷ്ടപ്പെട്ടുപോയ അഭിഷേകം വീണ്ടും തിരിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന്, ഒരു സമൂഹത്തിന്, ഒരു ജനതയ്ക്ക് പരീക്ഷകൾ, പരിശോധനകൾ ദൈവം അയക്കുന്നത്. ഇസ്രായേൽ ജനതയോട് ദൈവമായ കർത്താവ് പറയുകയാണ്, 40 സംവത്സരക്കാലം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ചിട്ട് നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകിപ്പോയോ? നിങ്ങൾ ധരിച്ച ചെരുപ്പ് തേഞ്ഞു പോയോ? നിങ്ങളുടെ കാലുകൾ വിങ്ങിയിട്ട് വേദന വന്നു പോയോ? ഒരു പിതാവ് മക്കളോടെന്ന പോലെയല്ലേ ഞാൻ നിങ്ങളോട് പ്രവർത്തിച്ചത്? പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് നമുക്ക് പരിശോധനകൾ തരുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നുണ്ടോ, ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ തന്നെയാണോ നീ നയിക്കുന്നത്, ചരിക്കുന്നത് എന്ന്
പരിശോധിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ് ദൈവമായ കർത്താവ് ഒരു വ്യക്തിക്ക് പരീക്ഷകൾ അയക്കുന്നത്. ബൈബിളിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ പലരെയും പരിശോധിച്ച സംഭവങ്ങൾ തിരുലിഖിതത്തിൽ നാം വായിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 22-ാം അധ്യായം 12-ാം വാക്യത്തിലൂടെ അബ്രാഹത്തെ പരിശോധിക്കുവാനായി ദൈവം തീരുമാനിച്ച സംഭവം വളരെ വ്യക്തമായി വിശദമായി അവിടെ വിവരിക്കുന്നുണ്ട്. അബ്രാഹം 100 വയസ്സ് വരെ കാത്തിരുന്നിട്ട് ഒരു മകനുണ്ടായി. അവന് ഇസഹാക്ക് എന്ന് പേരിട്ടു. അവന് 12 വയസ്സായപ്പോൾ മോറിയ മലയിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കാനായിട്ട് ദൈവമായ കർത്താവ് ആവശ്യപ്പെടുകയാണ്. അബ്രാഹം ഒരു മനച്ചാഞ്ചല്യപ്പമില്ലാതെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മോറിയ മലയിലേക്ക് നടന്നു നീങ്ങുന്നു. മോറിയ മലയിൽ എത്തിച്ചേരുന്നു. മകൻ ഇസഹാക്കിൻ്റെ കൈകൾ കെട്ടി ബലിപീഠത്തിൽ കിടത്തുന്നു. വധിക്കാനായിട്ട് കത്തി ഉയർത്തുന്നു. ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അബ്രാഹമേ, കുഞ്ഞിനെ വധിക്കരുത്. കുറ്റിക്കാട്ടിൽ ഒളിഞ്ഞു കിടക്കുന്ന കുഞ്ഞാടിനെ പിടിച്ച് ബലിയർപ്പിക്കുക. ഒരു വലിയ പരിശോധന, ഒരു വലിയ പരീക്ഷ ഇത് അബ്രാഹത്തിന്റെ മുമ്പിൽ വന്നത്. എങ്ങനെയാണ് അതിജീവിച്ചെന്ന് ശ്രദ്ധിക്കുക. അബ്രാഹം തൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട് മോറിയ മലയിലേക്ക് പോയത് ഇസഹാക്കിൻ്റെ അപ്പനായിട്ടാണ്. എന്നാൽ മോറിയ മലയിൽ കയറി ബലിയർപ്പണവും കഴിഞ്ഞ് തൻ്റെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വരുന്നത് വിശ്വാസിയുടെ അപ്പനായിട്ടാണ്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഒരു പരീക്ഷയെ അതിജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉന്നതമായിരിക്കുന്ന സ്ഥാനവും ഉന്നതമായിരിക്കുന്ന കൃപകളെയും കുറിച്ചിട്ടാണ് ദൈവമായ കർത്താവ് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ആരൊക്കെ പരീക്ഷകളെ അതിജീവിക്കുന്നുണ്ടോ അവർക്ക് അഭിഷേകം കൊടുക്കുകയാണ്. ഉയർന്ന തലത്തിലേക്ക് അവരെ പിടിച്ചുയർത്തുന്ന കാഴ്ചയാണ് ബൈബിളിൽ മുഴുവൻ നമ്മൾ കണ്ടുമുട്ടുന്നത്. രണ്ടാമത്തെ ക്രിസ്തു എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് അസീസി തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു പരീക്ഷയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. എത്ര വലിയവരായാലും, എത്ര മഹോന്നതരായാലും, വിശുദ്ധരായാലും അവിടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളും പരിശോധനകളും പരീക്ഷകളും ഉണ്ടാകുന്നുണ്ട് എന്നുകൊണ്ട് തെളിവാണിത്. ഒരിക്കൽ ഫ്രാൻസിസ് അസീസി മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അശുദ്ധമായ പ്രലോഭനകരമായിരിക്കുന്ന ചിന്തകളുമായി കഷ്ടപ്പെടുകയാണ്. ഫ്രാൻസിസ് അസീസി മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ആശ്രമത്തിൻ്റെ മുൻവശത്തുണ്ടായിരുന്ന റോസാ തോട്ടത്തിൽ കണ്ണുകൾ നട്ടു. ചിന്തകൾ മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ്, സാഹചര്യങ്ങൾ മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ്. നോക്കിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഈ തിന്മയുടെ സ്വാധീനം വിട്ടുപോകുന്നില്ല. ശരീരത്തിന് ജഡികമായ വികാരങ്ങൾ, ഈ ചിന്തകൾ വിട്ടുപോകുന്നില്ല. നോക്കിയപ്പോൾ കൂർത്തുമൂർത്ത ഒരു റോസാ ചെടി കണ്ടു. അതിൻ്റെ അടുത്തേക്ക് കടന്നു ചെന്ന് ഈ റോസാ ചെടിയിൽ കിടന്നുകൊണ്ട് ഫ്രാൻസിസ് അസീസി ഉരുണ്ടു. ആ നീതിമാന്റെ രക്തം ആ റോസാ തോട്ടത്തിലെ മണ്ണിലേക്ക് വീണപ്പോൾ ആ തിന്മയുടെ സ്വാധീനം വിട്ടുപോയി. ഒരു പരീക്ഷകൾ അതിജീവിക്കുമ്പോൾ ഒരു വലിയ വിടുതൽ ഉണ്ടാകുന്നു. ഒരു പരീക്ഷകളെ അതിജീവിക്കുമ്പോൾ വലിയതായിരിക്കുന്ന ആശ്വാസം കണ്ടെത്തുന്നു. ഒരു പരീക്ഷകളെ അതിജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രീതിക്ക് വീണ്ടും പാത്രീഭൂതമായി ഉയർന്ന തലത്തിലേക്ക് പിടിച്ചുയർത്തുന്ന കാഴ്ചകളാണ് തിരുവചനത്തിലും വിശുദ്ധമായ ചരിത്രത്തിലും നമ്മൾ കാണുന്നത്. ഒരു ചെറിയ സങ്കടം വരുമ്പോൾ, ഒരു ചെറിയ വേദന വരുമ്പോൾ, ഒരു ചെറിയ നഷ്ടം വരുമ്പോൾ
ഒരു ചെറിയ അപമാനം വരുമ്പോൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ജീവിതം തകർന്നു പോകുന്ന ജീവിതങ്ങൾ ലോകത്തിൽ ധാരാളമുണ്ട്. പ്രതികൂലങ്ങളെ അനുകൂലങ്ങളാക്കി മാറ്റുവാൻ, പരീക്ഷകളെ അഭിഷേകങ്ങളാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലേക്ക് യാത്രയാക്കുന്നത്. ഒരു പരാജയം ഉണ്ടാകുമ്പോൾ വിജയത്തിൻ്റെ കവാടം തുറന്നിട്ടേ ഒരു പരാജയം നമുക്കുണ്ടാകുകയുള്ളൂ. ഒരു ദുഃഖമുണ്ടാകുമ്പോൾ സന്തോഷത്തിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ടേ ഒരു വ്യക്തിക്ക് ദുഃഖത്തിൻ്റെ മേഖലകൾ നയിക്കുന്നത്. കാരണം ഓരോ പരീക്ഷകളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ ദൈവമായ കർത്താവ് ആവശ്യപ്പെടുകയാണ്. വചനം പറയുന്നില്ലേ, സിംഹക്കുട്ടികൾ ഇരക്കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് യാതൊന്നിനും കുറവുണ്ടാവുകയില്ല. ഒരു പ്രതിസന്ധിയുടെ പിറകിൽ, ഒരു അപമാനത്തിൻ്റെ പിറകിൽ, ഒരു നഷ്ടത്തിൻ്റെ പിറകിൽ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് സഹോദര നമുക്കറിയില്ലല്ലോ. ഈ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോഴും പഠിക്കുമ്പോഴും അത് തിരിച്ചറിയുമ്പോഴുമാണ് പരീക്ഷകൾ അഭിഷേകമായി, പരാജയങ്ങൾ വിജയങ്ങളായി, ദുഃഖങ്ങൾ സന്തോഷങ്ങളായി നമ്മുടെ ജീവിതത്തിൽ അവതരിക്കുന്നത് എന്ന് നീ തിരിച്ചറിയണം. ജെറമയയുടെ പുസ്തകത്തിൽ 35-ാം അധ്യായത്തിൽ റഖാബിയുടെ കുടുംബത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ജെറമിയ പ്രവാചകനോട് പറയുകയാണ്, പ്രവാചക, വീഞ്ഞു നിറച്ച തോൽക്കുടങ്ങളും പാനപാത്രവുമായിക്കൊണ്ട് റഖാബിയക്കാരുടെ കുടുംബത്തിൽ കടന്നു ചെല്ലുക, അവർ കുടിച്ചുല്ലസിക്കട്ടെ. അവിടെ ചെന്നപ്പോൾ തോൽക്കുടങ്ങളും വീഞ്ഞിൻ്റെ പാനപാത്രം നീട്ടിയപ്പോൾ യോനാദാബ് പറയുകയാണ്, ഞാനോ എൻ്റെ ഭാര്യയോ മക്കളോ മരുമക്കളോ വീഞ്ഞു കുടിച്ചിട്ടില്ല, മദ്യം സേവിച്ചിട്ടില്ല, ഞങ്ങൾ വലിയ വലിയ കൊട്ടാരങ്ങൾ താമസിച്ചിട്ടില്ല, മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടില്ല. ഞങ്ങളുടെ പിതാവ് ഞങ്ങളോട് പറഞ്ഞു തന്നിരിക്കുന്നത്, ലഹരി വസ്തുക്കൾ നിന്റെ കുടുംബത്തെ കയറ്റരുത്, വലിയ വലിയ കൊട്ടാരങ്ങളിലും മന്ദിരങ്ങളിലും വസിക്കേണ്ട, നിങ്ങൾക്കായി മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ട. ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ജെറമിയയുടെ പുസ്തകം 35-ാം അധ്യായം 19-ാം തിരുവാക്യത്തിൽ വരുമ്പോൾ ദൈവമായ കർത്താവ് യോനാദാബിനോട് പറയുന്നു, യോനാദാബേ, നിന്റെ മുമ്പിലേക്ക് വെച്ച് നീട്ടിയ വീഞ്ഞിൻ്റെ പാനപാത്രങ്ങളും തോൽക്കുടങ്ങളും വേണ്ടെന്ന് വെക്കാൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ, നിന്റെ പിതാവിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ തിരുമനസ്സായ നിനക്ക് കർത്തൃസന്നിധിയിൽ ദൈവവേല നടത്തുവാൻ ആൺതരി അറ്റുപോകുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. മക്കൾ ശ്രദ്ധിച്ചു, തൻ്റെ മുമ്പിലുണ്ടായ ഒരു തിന്മയുടെ സാഹചര്യത്തെ അതിജീവിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്, യോനാദാബേ, ദൈവത്തിൻ്റെ കൽപ്പനകളും പിതാമഹൻ്റെ ആഗ്രഹങ്ങളും അന്യോന്യം പാലിച്ചതിന് ഞാൻ നിനക്ക് തരുന്ന സമ്മാനം, നിന്റെ തലമുറയിൽ കർത്തൃ ശുശ്രൂഷ നടത്തുവാൻ, ദൈവവേല നടത്തുവാൻ ആൺതരി നഷ്ടപ്പെട്ടു പോകുകയില്ല, അറ്റുപോകുകയില്ല എന്ന്. ഒരു പരീക്ഷയെ അതിജീവിച്ച് കഴിഞ്ഞാൽ, ഒരു പ്രതിസന്ധി അതിജീവിച്ച് കഴിഞ്ഞാൽ, ഒരു ദുഃഖത്തെ അതിജീവിച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹവുമായി ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവാക്യത്തിൽ നാം വായിക്കുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കുവാനായിട്ട് അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിച്ച് കഴിയുമ്പോൾ
ദൈവം സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യ കിരീടം നൽകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കേണ്ടി വരുന്നവർ ഭാഗ്യവാന്മാരാണ്. പ്രശ്നങ്ങളെ സമചിത്തതയോടെ അതിജീവിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. വചനം പഠിപ്പിച്ചു തരികയാണ്, പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവർക്ക് ഞാൻ നൽകും. ഈ ജീവന്റെ കിരീടം നേടുവാൻ വേണ്ടിയിട്ടാണ് ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നത്, പരീക്ഷകളെ അതിജീവിക്കുക, പ്രലോഭനങ്ങളെ അതിജീവിക്കുക, തിന്മകളുടെ മേൽ ഭരണം നടത്തുക. അപ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കൃപകളും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് പരീക്ഷകളെ നമ്മുടെ മുമ്പിൽ വരുന്ന ചെറുതോ വലുതോ ആയിക്കുന്ന പരീക്ഷകളെ എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും? ഒന്നാമതായിട്ട് നമ്മുടെ ശരീരത്തെ ഓരോ ദിവസവും ദൈവത്തിനായി സമർപ്പിക്കണം. ഓരോ ദിവസവും എൻ്റെ ഇന്ദ്രിയങ്ങൾ, ഈ ലോകത്തെ കാണുവാൻ, ദൈവമഹത്വം കാണുവാൻ തന്നിരിക്കുന്ന കണ്ണുകൾ, ദൈവത്തിൻ്റെ വേല ചെയ്യാൻ തന്നിരിക്കുന്ന കൈകൾ, ദൈവഭവനത്തിൽ പോകാൻ തന്നിരിക്കുന്ന കാലുകൾ, നമ്മുടെ ശരീരത്തെ മുഴുവനായിട്ട് ഓരോ ദിനവും ഓരോ മണിക്കൂറുകളിലും ദൈവത്തിന് സമർപ്പിക്കാൻ കഴിയുന്ന ഏത് വ്യക്തിക്കും പരീക്ഷകളെ അതിജീവിക്കാൻ സാധിക്കും. പരീക്ഷകളെ അതിജീവിക്കാൻ സാധിക്കണമെങ്കിൽ വചനം പറയുന്നില്ലേ, വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായിരിക്കുന്ന പഴയ മനുഷ്യനെ ദൂരെ വലിച്ചെറിയുവിൻ, നല്ലതും പ്രീതികരവും പരിപൂർണവുമായത് തിരഞ്ഞെടുക്കാൻ അപ്പോൾ നിനക്ക് സാധിക്കും. എപ്പോൾ? ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുമ്പോൾ. ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുവാനായി ദൈവം തന്നിരിക്കുന്ന ഈ ശരീരത്തെ ഓരോ ദിവസവും പ്രഭാതത്തിലും ഓരോ രാത്രികാലത്ത് കിടക്കാൻ പോകുന്നതിനേക്കാൾ മുൻപായും ദൈവത്തിന് സമർപ്പിച്ചു പ്രാർത്ഥിക്കണം. ഈ സമർപ്പണമാണ് പരീക്ഷകളെ അതിജീവിക്കാൻ സഹായിക്കുന്ന ഒന്നാമത്തെ കാര്യം. 2, മനസ്സിനെ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിനായി നമ്മൾ വിട്ടുകൊടുക്കണം. നമ്മുടെ മനസ്സിൽ അവിടെയാണ് നന്മ തിന്മകളുടെ വിവേചനങ്ങളൊക്കെ നടക്കുന്നത്. ഇന്ദ്രിയങ്ങളിലൂടെ കടന്നു വരുന്ന എല്ലാ ചിന്തകളെയും വിവേചിച്ചറിയുന്ന മനസ്സിന് ദൈവകരങ്ങൾക്ക് വിട്ടുകൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു നന്മയും ഒരു തിന്മയും ഉണ്ടാകുമ്പോൾ നന്മയെ തിരഞ്ഞെടുക്കാൻ വളരെ എളുപ്പമാണ്. ഒരു നന്മയും ഒരു തിന്മയും ഉണ്ടാകുമ്പോൾ നന്മയെ തിരഞ്ഞെടുക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ 2 നന്മകൾ ഒരുപോലെ കടന്നു വരുമ്പോൾ കൂടുതൽ നന്മയെ തിരഞ്ഞെടുക്കാൻ സാധിക്കണമെങ്കിൽ മനസ്സിൻ്റെ നിയന്ത്രണം ദൈവകരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടാകണം. നന്മ തിന്മകൾ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഈ കഴിവ് ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് കരഗതമായി തീരുമ്പോഴാണ് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് എൻ്റെ മനസ്സിനെ നവീകരിക്കാൻ സാധിക്കുന്നത്. മനസ്സിൻ്റെ നവീകരണം വഴി നല്ലതും പ്രീതികരമായതും പരിപൂർണമായതും നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയണമെങ്കിൽ മനസ്സിൻ്റെ നിയന്ത്രണം ദൈവകരങ്ങളിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും ഭരമേൽപ്പിക്കുമ്പോഴാണ് അത് സാധ്യതമായി തീരുന്നത്. മൂന്നാമത്തെ കാര്യം, പ്രലോഭനങ്ങളെ അതിജീവിച്ച് അഭിഷേകത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ, പ്രതിസന്ധികളെ അതിജീവിച്ച് ദൈവത്തിൻ്റെ അനന്തമായ സാധ്യതയിലേക്ക് കടന്നു വരണമെങ്കിൽ, മൂന്നാമതായി സജ്ജനങ്ങളുമായി നമ്മൾ ഇടപഴകണം. ഇന്ന് ഒന്ന് ആലോചിച്ചു നോക്ക് സഹോദര, നീ ഏറ്റവും അടുത്തറിയുന്നവർ അവരെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണോ? സ്നേഹിക്കാൻ കൊള്ളാവുന്നവരാണോ? ദൈവത്തിൻ്റെ വഴിയുടെ നടക്കുന്നവരാണോ? അതുകൊണ്ടാണ് ആത്മീയ പിതാക്കന്മാർ പറയുന്നത്,
സജ്ജനങ്ങളുമായിട്ട് നിങ്ങൾ അടുത്ത് ഇടപഴകുക. സജ്ജനങ്ങളുമായി മാത്രം ഇടപഴകുക. അവിടെ കൂടെ മാത്രം നീ പോകുക. നല്ലതിനോട് ചേർന്ന് നിന്നാൽ നമ്മൾ നല്ലവരായിത്തീരും. ചന്ദനത്തോട് ചാരി നിന്നാൽ ചന്ദനം മണക്കും. ചാണത്തോട് ചാരി നിന്നാലോ ചാണം നാറും. ഇന്ന് നമ്മൾ ഇടപഴകുന്ന വ്യക്തികൾ, നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ, നമ്മൾ കണ്ടുമുട്ടുന്ന സാഹചര്യങ്ങൾ ഏതാണെന്ന് നീ വിലയിരുത്തണം. സജ്ജനങ്ങളുമായി ചേർന്ന് നിൽക്കുമ്പോൾ നല്ല ചിന്തകൾ നമുക്കുണ്ടാകും, നല്ല പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കും. ഞാൻ ഇന്നും ഓർക്കാറുണ്ട്, ജെറുസലേം വചന കൂടാരത്തിൽ ഇതാ വെക്കേഷൻ കാലഘട്ടമാകുമ്പോൾ അനേകായിരം കുഞ്ഞുങ്ങൾ വന്ന് വചനം ശ്രവിക്കാൻ വരുന്നുണ്ട്. ഓരോ ബാച്ചുകളിലും പ്രത്യേകമായ വിധത്തിൽ ധ്യാനങ്ങൾ അവർക്ക് നടക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു കുഞ്ഞ് എന്നോട് പറഞ്ഞത്, അവർ എഴുതി തന്നത് ഞാൻ ഫയലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ കുഞ്ഞ് പറയുകയാണ്, ധ്യാനത്തിൽ കൂടിയപ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ചും ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ചും കേട്ടുകഴിഞ്ഞപ്പോൾ ആ 7ാം ക്ലാസ്സുകാരി പെൺകുട്ടി ഒരു കൊച്ചു കടലാസിനകത്ത് എഴുതി തന്നിരിക്കുകയാണ്, എൻ്റെ വീട്ടുകാരും വല്യപ്പൻ്റെ വീട്ടുകാരും തമ്മിൽ വഴക്കിലാണച്ചോ. ഞാൻ ധ്യാനം കഴിഞ്ഞ് കടന്നു ചെല്ലുമ്പോൾ വല്യപ്പൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി നിറയെ കാടും പടലും പിടിച്ചിരിക്കുകയാണ്. അതിലുള്ള പുല്ലും മുള്ളും ഞാൻ ചെത്തി മാറ്റും. 2 വശത്തും ബാൾസത്തിൻ്റെ പൂച്ചെടികൾ ഞാൻ നട്ടുവളർത്തും. അപ്പച്ചനിത് കാണുമ്പോൾ എന്നെ ദേഷ്യപ്പെടും, കോപത്തോടുകൂടി സംസാരിക്കും. എന്നിട്ട് ആ കുഞ്ഞ് എഴുതി വെച്ചിരിക്കുകയാണ്, അപ്പൻ അപ്രകാരം ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ആ കൊച്ചു വേദനകൾ എൻ്റെ കൊച്ചു ഉണ്ണീശോയ്ക്ക് കാഴ്ചയായി കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളുടെ സ്നേഹം വർദ്ധിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുമെന്ന്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. ഇന്ന് ദൈവമായ കർത്താവ് നമ്മോട് പറയുകയാണ്, സത്ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ, സത്പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അങ്ങനെ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കാൻ ദൈവം നമുക്ക് കൃപ തരും. മക്കളെ, ജീവിതത്തിൽ ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത 3 കാര്യങ്ങളാണ് വാക്ക്, സമയം, അവസരം. ഒരു വാക്ക് പോയാൽ എൻ്റെ വായിൽ നിന്ന് പോയി കഴിഞ്ഞു, പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരു സമയം എനിക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചു കിട്ടുകയില്ല. ഒരവസരം എനിക്ക് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടുകയില്ല. ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത 3 കാര്യങ്ങൾ നിന്നിൽ സംഭവിക്കാതിരിക്കട്ടെ. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ദൈവം തരുന്ന എല്ലാ പരീക്ഷകളെയും അതിജീവിക്കുവാനായിട്ടുള്ള മനസ്സ് നമുക്ക് വേണം. ദൈവമായ കർത്താവ് നമ്മോട് പറയുകയാണ്, പരീക്ഷകളെ അതിജീവിച്ചാൽ അഭിഷേകം, പരീക്ഷകളെ അതിജീവിച്ചാൽ വിടുതൽ, പരീക്ഷകളെ അതിജീവിച്ചാൽ വിജയങ്ങൾ, പരീക്ഷകളെ അതിജീവിച്ചു കഴിഞ്ഞാൽ നിന്റെ പേരും പ്രശസ്തിയും ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാനായിട്ട് ദൈവം നിന്നെ മാറ്റി നിർത്തുമെന്ന്. ആകയാൽ പ്രിയപ്പെട്ട മക്കളെ, ദൈവം തന്നിരിക്കുന്ന സമയവും ദൈവം തന്നിരിക്കുന്ന ആരോഗ്യവും ദൈവം തന്നിരിക്കുന്ന അവസരങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് വിനിയോഗിച്ചുകൊണ്ട് അതിനെ പൂർണ്ണമാക്കാൻ നമുക്ക് ശ്രമിക്കാം. നമുക്ക് കരങ്ങൾ കൂപ്പാം. കർത്താവായ ഈശോയെ, പരീക്ഷകളെ അതിജീവിച്ചുകൊണ്ട് ജീവൻ്റെ പുസ്തകത്തിൽ ഞങ്ങളുടെ പേരുകൾ എഴുതാൻ തക്കവണ്ണത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് നിർമ്മലമാക്കി തരണമേ. ഞങ്ങളുടെ ആശകളും ആഗ്രഹങ്ങളും ഈ പുണ്യമായ നിമിഷത്തിൽ ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്ന് ശപിച്ചുകൊണ്ടിരുന്ന സർവ്വ മക്കൾക്കും പരീക്ഷകളെ അതിജീവിച്ച് അഭിഷേകത്തിൻ്റെ മാർഗത്തിലൂടെ നീങ്ങുവാനായിട്ടുള്ള വരവും കൃപയും നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ.